എല്ലാവർക്കും നമസ്കാരം. കേരളത്തിലും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലുമുള്ള ജോലി അന്വേഷിക്കുന്നവർക്കായി വലിയൊരു അവസരം എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത് കോങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡ് അഥവാ KRCLയുടെ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനാണ്. 132 ഒഴിവുകൾ, വിവിധ ടെക്നിക്കൽ പോസ്റ്റുകൾ, വാക്കിൻ ഇന്റർവ്യൂ വഴി നേരിട്ട് സെലക്ഷൻ, എഴുത്തു പരീക്ഷയില്ല, അപേക്ഷാ ഫീസ് വിവരവും വളരെ ലളിതമാണ്. ഇന്നത്തെ വീഡിയോയിൽ ഈ റിക്രൂട്ട്മെന്റിന്റെ A to Z വിവരങ്ങളാണ് പറയുന്നത്. യോഗ്യത എന്താണ്, ശമ്പളം എത്രയാണ്, ആർക്കൊക്കെ അപേക്ഷിക്കാം, പ്രായപരിധി എത്രയാണ്, വാക്കിംഗ് ഇന്റർവ്യൂ തീയതി, അപേക്ഷിക്കേണ്ട വിധം, കൊണ്ടുപോകേണ്ട ഡോക്യുമെന്റ്സുകൾ എല്ലാം വിശദമായിട്ട് നോക്കാം. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാം. ഈ റിക്രൂട്ട്മെന്റിന്റെ വിശദവിവരത്തിലോട്ട് കടക്കുന്ന മുമ്പായിട്ട് ചാനലിൽ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്താൻ ഞാനിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ ഉടനടി തന്നെ ലഭിക്കുന്നതായിരിക്കും. കൂടാതെ ജോലി അന്വേഷിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്ക് ഉപകാരപ്പെടും. വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്ത് സപ്പോർട്ടും തരാം. ഈ റിക്രൂട്ട്മെന്റ് നടത്തുന്നത് കോങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ്. ഇത് റെയിൽവേ മിനിസ്ട്രിയുടെ കീഴിലുള്ള പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ആണ്. നോട്ടിഫിക്കേഷൻ സ്റ്റാർട്ട് ആയിട്ടുള്ള ഡേറ്റ് വരുന്നത് 2026 മെയ് 14 ആകെ 132 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പോസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് കാണാം. ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റ് അല്ലെങ്കിൽ മെക്കാനിക്കൽ 11 പോസ്റ്റ് ആണ്. അടുത്തത് ക്വാളിറ്റി ഇൻസ്പെക്ടർ 15 പോസ്റ്റും, ടെക്നീഷ്യൻ വെൽഡർ 16 പോസ്റ്റും, ടെക്നീഷ്യൻ ഫിറ്റർ 22 പോസ്റ്റും, ടെക്നീഷ്യൻ EOT ഓപ്പറേറ്റർ 16 പോസ്റ്റും, വെഹിക്കിൾ ഡ്രൈവർ 4 പോസ്റ്റും, ലിഫ്റ്റർ ഫോക്ക് ലിഫ്റ്റ് ഓപ്പറേറ്റർ 14 പോസ്റ്റും, ഹൈഡ്ര ഓപ്പറേറ്റർ 2 പോസ്റ്റും, ഓഫീസ് ബോയ് ഹെൽപ്പർ ഗലസി 32 പോസ്റ്റുമാണ് വന്നിട്ടുള്ളത്. ഇനി സാലറി ഡീറ്റെയിൽസ് കാണാം. ഇപ്പോൾ എല്ലാവർക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ശമ്പളം. ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റ് മെക്കാനിക്കലിന് ഏകദേശം 41,000 വരെ കൺസോളിഡേറ്റ് സാലറി ലഭിക്കും. ടെക്നീഷ്യൻ, ക്വാളിറ്റി ഇൻസ്പെക്ടർ, ഡ്രൈവർ തുടങ്ങിയ പോസ്റ്റുകൾക്ക് 27,000 മുതൽ 39,000 വരെ ലഭിക്കും. ഓഫീസ് ബോയ് ഹെൽപ്പർ ഗലസി ഏകദേശം 25,000 മുതൽ 29,000 വരെ ശമ്പളം ലഭിക്കും. ഇതിനു പുറമെ അലവൻസ്, TA, മറ്റ് ബെനിഫിറ്റ്സ് എന്നിവയും കമ്പനി നിബന്ധന പ്രകാരം ലഭിക്കും. ഇനി കോൺട്രാക്ട് പീരീഡ് നോക്കാം. ആദ്യ 1 വർഷത്തേക്കാണ് നിയമനം നടത്തുന്നത്. പിന്നീട് പെർഫോമൻസ് അനുസരിച്ച് എക്സ്റ്റൻഷൻ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കാം. ഓരോ പോസ്റ്റിനും ക്വാളിഫിക്കേഷൻ വ്യത്യാസപ്പെടും. ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റ് ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ടെക്നീഷ്യൻ പോസ്റ്റിനാണെങ്കിൽ ITA ബന്ധപ്പെട്ട ട്രേഡിൽ പാസ്സായിരിക്കണം. ഡ്രൈവർ, ഫോക്ക് ലിഫ്റ്റ്, ഹൈഡ്ര ഓപ്പറേറ്ററിന് വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസ് പ്ലസ് എക്സ്പീരിയൻസ് ആവശ്യമാണ്. ഓഫീസ് ബോയ് ഹെൽപ്പർ ഗലസി സാധാരണ SSLC അടിസ്ഥാന യോഗ്യത മതി. എക്സൽ ക്വാളിഫിക്കേഷൻ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് പരിശോധിക്കണം. പ്രായം കണക്കാക്കുന്നത് 2026 മെയ് 1 അടിസ്ഥാനമാക്കി ആയിരിക്കും. OBC കാൻഡിഡേറ്റ്സിന് 3 വർഷം വയസ്സിളവ് ലഭിക്കും. SC/ST കാൻഡിഡേറ്റ്സിന് 5 വർഷത്തെ ഏജ് റിലാക്സേഷനും, എക്സ് സർവീസ്മാൻ സർക്കാർ നിയമപ്രകാരം റിലാക്സേഷൻ ലഭിക്കും. ഇനി സെലക്ഷൻ പ്രോസസ് നോക്കാം. ഈ റിക്രൂട്ട്മെന്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത റിട്ടൺ എക്സാം ഇല്ല, ഡയറക്റ്റ് വാക്കിൻ ഇന്റർവ്യൂ ആണ്. അതായത് നിങ്ങൾക്ക് നേരിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാം. ഇനി വളരെ പ്രധാനപ്പെട്ട ഭാഗം നോക്കാം. അപ്ലിക്കേഷൻ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഡേറ്റ് ആണ്. ഈ റിക്രൂട്ട്മെന്റിന് ഓൺലൈൻ അപ്ലിക്കേഷൻ ഇല്ല, വാക്കിംഗ് ഇന്റർവ്യൂ അടിസ്ഥാനത്തിലാണ് സെലക്ഷൻ നടക്കുന്നത്. നോട്ടിഫിക്കേഷൻ റിലീസ് ആയത് 2026 മെയ് 14 ആണ്. വാക്കിംഗ് ഇന്റർവ്യൂ നടക്കുന്നത് 2026 ജൂൺ 8 ആണ്. ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റ് ക്വാളിറ്റി ഇൻസ്പെക്ടർ എന്ന പോസ്റ്റിന് ഇന്റർവ്യൂ നടക്കുന്ന ഡേറ്റ് വരുന്നത് 2026 ജൂൺ 8 ആണ്. അടുത്തത് ടെക്നീഷ്യൻ വെൽഡർ, ടെക്നീഷ്യൻ EOT ഓപ്പറേറ്ററിന് ഇന്റർവ്യൂ വരുന്നത് 2026 ജൂൺ 9 ആണ്. അടുത്ത ടെക്നീഷ്യൻ ഫിറ്റർ വെഹിക്കിൾ ഡ്രൈവറിന് ഇന്റർവ്യൂ വരുന്ന തീയതി 2026 ജൂൺ 10 ആണ്. അടുത്തത് ലിഫ്റ്റർ, ഫോക്ക് ലിഫ്റ്റ് ഓപ്പറേറ്റർ, ഹൈഡ്ര ഓപ്പറേറ്ററിന് ഇന്റർവ്യൂ വരുന്ന തീയതി 2026 ജൂൺ 11 ആണ്. ഓഫീസ് ബോയ് ഹെൽപ്പർ ഗലസി ഇന്റർവ്യൂ വരുന്ന തീയതി 2026 ജൂൺ 12 ആണ്. ഇനി രജിസ്ട്രേഷൻ ടൈം നോക്കാം. രാവിലെ 9 മുതൽ 12 വരെ മാത്രം രജിസ്ട്രേഷൻ ഉണ്ടാകും. അതിനാൽ നേരത്തെ എത്താൻ ശ്രമിക്കാം. ഇനി ഇന്റർവ്യൂ നടക്കുന്ന സ്ഥലം കാണാം. അഡ്മിനിസ്ട്രേറ്റീവ് ബിൽഡിംഗ്, വാഗൺ റിപ്പയർ വർക്ക്ഷോപ്പ്, ഓട്ടോ നഗർ, വാലപ്പുഴി, ഗജുവാക്ക, വിശാഖപട്ടണം, ആന്ധ്രാപ്രദേശ് ആണ്. റെക്കോർഡ് ഡോക്യുമെന്റ്സ് കാണാം. ഇന്റർവ്യൂവിന് പോകുമ്പോൾ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്, SSLC, ബർത്ത് സർട്ടിഫിക്കറ്റ്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ID പ്രൂഫ്, സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസ്, ഒറിജിനൽ ഡോക്യുമെന്റ്സ് കൂടെ കൊണ്ടുപോകണം. അടുത്ത ഇമ്പോർട്ടന്റ് ഇൻസ്ട്രക്ഷൻസ് കാണാം. ഇൻകംപ്ലീറ്റ് അപ്ലിക്കേഷൻ റിജക്ട് ചെയ്യും. ഫേക്ക് സർട്ടിഫിക്കറ്റ്സ് നൽകിയ ഡിസ്ക്വാളിഫിക്കേഷൻ ഉണ്ടാകും. TADA പല പോസ്റ്റുകൾക്ക് ലഭിക്കണമെന്നില്ല. എക്സ്പീരിയൻസ് ഉള്ളവർക്ക് പ്രിഫറൻസ് ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇനി എങ്ങനെ അപ്ലൈ ചെയ്യാം നോക്കാം. കേരളത്തിൽ നിന്നുള്ളവർക്കും അപേക്ഷിക്കാം. ITA ഡിപ്ലോമ കംപ്ലീറ്റഡ് കാൻഡിഡേറ്റ്സിന് നല്ല അവസരമാണ്. ഇപ്പോൾ കൂട്ടുകാരെ, കോങ്കൺ റെയിൽവേയുടെ ഈ റിക്രൂട്ട്മെന്റ് വളരെ നല്ലൊരു അവസരമാണ്. റിട്ടൺ എക്സാം ഇല്ലാതെ ഡയറക്റ്റ് ഇന്റർവ്യൂ വഴി സെലക്ഷൻ നടത്തുന്നത് വലിയ അഡ്വാൻറ്റേജ് ആണ്. പ്രത്യേകിച്ച് ITA ഡിപ്ലോമ കംപ്ലീറ്റ് കാൻഡിഡേറ്റ്സിന് ഈ അവസരം മിസ് ചെയ്യരുത്. ഈ വീഡിയോ ഉപകാരപ്പെട്ട് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക.
ഇത്തരത്തിലുള്ള ഡെയിലി ജോബ് അപ്ഡേറ്റ്സ്, ഗവൺമെന്റ് സ്കീംസ്, റെയിൽവേ റിക്രൂട്ട്മെന്റ്സ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ.